വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എക്സൈസ് മന്ത്രി എം ലിജു പോലും നികുതി ഇളവ് തീരുമാനം അറിഞ്ഞില്ലെന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ വിഷയം UDFിലും കല്ലുകടിയാണെന്ന് തെളിഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ലഹരി വിരുദ്ധ നീക്കം ശക്തമാക്കിയ സർക്കാർ പുതിയ മദ്യപാനികളെ കണ്ടെത്താനാണ് വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് KCBC പോലുള്ള സംഘടന ആരോപിച്ചു കഴിഞ്ഞു. നികുതി ഇളവ് തീരുമാനം മദ്യനിരോധനമെന്ന UDF പ്രഖ്യാപനത്തിന് തുരങ്കം വെക്കുകയാണോ? ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകളിലൊന്നായി മാറിയിരിക്കുകയാണ് പുതിയ സർക്കാരിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിലെ നികുതി ഇളവ്. 251% നിന്ന് 120%, അതുപോലെ 175% നികുതി കുറച്ചത് ഈ വിദേശ മദ്യ കമ്പനികൾക്ക് കേരളത്തിലേക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരവതാനി വിരിക്കുന്നതിന് തുല്യമായിട്ടാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും മദ്യനിരോധനമെന്ന UDF സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമാണോ ഈ തീരുമാനം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. മദ്യം തീരെ വേണ്ട എന്നുള്ള അഭിപ്രായം. വീര്യം കുറഞ്ഞതാണെങ്കിൽ കൂടിയതാണ്, മദ്യം തന്നെയാണ്. അതുകൊണ്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. മദ്യമില്ലാതെ കേരളത്തിൽ നിലനിൽപ്പില്ല എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഇൻകം വരുന്നത് മെയിനായിട്ട് ഈ വരുമാനമാണല്ലോ. മദ്യം ലോട്ടറി ഇതുണ്ട്. നല്ല തീരുമാനമാണ്. പക്ഷേ എന്താ വെച്ചാൽ ഗവൺമെൻറ് പൈസ ആവശ്യമാണ്. ആ പൈസ വേണ്ടിയിട്ട് പലത് ചെയ്യും. അതിനുള്ള പരിപാടികൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. വീര്യം കുറച്ച മദ്യം ചെയ്ത് നല്ല പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ സെയില് കൂടും, വരുമാനം ഉണ്ടാവും. പിന്നെ പുതിയ കസ്റ്റമറും അതിലേക്ക് അടുക്കും ചിലപ്പോൾ. കാരണം എന്താ വെച്ചാൽ വീര്യം കുറവല്ലേ. മദ്യത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടി ജനങ്ങളിലേക്ക് പിന്നെയും വരണത്. അപ്പോൾ തൂഫാനൊക്കെ നടത്തുന്നത് പോലെ ഇവിടെ ലഹരി വിരുദ്ധം എതിർക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ മദ്യത്തിന് കുറച്ച് നികുതി കുറച്ചുങ്ങാണ്ട് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങൾ കൂടുതലത് യൂസ് ചെയ്യല്ലേ. അതിലും സർക്കാർ നല്ലൊരു വരുമാനം ഉണ്ടല്ലോ. ഒരുപാട് പൈസ ഇറക്കിക്കുന്നല്ലോ, പ്രിയദർശിനിയായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ ഒരു വരുമാനം മുതൽക്കൂട്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. വില കൂടിയത് നല്ലതാണ്, കുഴപ്പമില്ല. ആവശ്യമുള്ളവർ കുടിച്ചോട്ടെ, കൂടിയത് കുഴപ്പമൊന്നുമില്ല. കുടിക്കാത്തവർക്ക് സന്തോഷമല്ലേ, കൂടിക്കോട്ടെ, ഇനിയും കൂടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മദ്യനിരോധനം തന്നെ വേണ്ടത്. അപ്പോഴാണല്ലോ അതിൻ്റെ ജനങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് ആകെയുള്ളത് മദ്യത്തിൻ്റെ വരുമാനമാണ്. അതിൻ്റെ തന്നെ ഇപ്പോൾ നികുതി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സംസ്ഥാനം മുന്നോട്ട് പോകണ്ടേ. നമുക്ക് ഈ മദ്യം പിന്നെന്താ ഉള്ളത്, വളരെ ചുരുക്കം ചില കാര്യങ്ങളല്ലേ ഉള്ളൂ. അതൊരു വിഷയം തന്നെയാണ്. ഇന്ന് കുറച്ചാൽ കൂട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞത് ശരിയല്ല. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ വീര്യം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പോൾ കൊച്ചു കുട്ടികളടക്കം പിന്നെ കുടിക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും കേരളത്തിൽ എല്ലാവരും കുടിക്കുമല്ലോ. ആ കുട്ടികളിപ്പോൾ എന്ത് ചെയ്യും, വീര്യം കുറച്ച് പറഞ്ഞ് ജ്യൂസ് പറഞ്ഞ് കുടിക്കും. അത് അവർക്കൊരു ലഹരിയായത്. ഇപ്പോൾ ആ ലഹരി വിട്ട് ഈ ലഹരിയായി. ഇപ്പം മൊത്തം തമിഴ്നാട്ടിൽ വിജയ് ചെയ്യുന്നവർക്ക് നിരോധിക്കണം. മദ്യം വേണം, അല്ലെങ്കിൽ പിന്നെയൊക്കെ ഈ കഞ്ചാവും മയക്കുമരുന്നിനും കടലിൽ കുറച്ച് മദ്യമൊക്കെ വേണം. അല്ലാതെ പിന്നെ കഞ്ചാവും മയക്കുമരുന്നിനും കിടക്കുമ്പോൾ കുറച്ചൊക്കെ മദ്യം വേണം. ഒരുപാട് നിരോധിക്കാനും പാടില്ല. വ്യാപനം കൂടും. കഴിഞ്ഞ സർക്കാരും നിലവാര കൂട്ടിയതല്ലേ, പിന്നെന്താണ്, പിന്നെ എന്താ പ്രശ്നം? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിൻ്റെ നയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ജനങ്ങളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. മദ്യനിരോധനം എന്ന ഒരു നയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിലെത്തിയത്. എന്നാൽ അതിന് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ബജറ്റിലടക്കം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നിലപാട്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട് നിന്ന് മുബാറക്കിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ടീം ന്യൂസ് മലയാളം.